എല്ലാവർക്കും ചാനലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെയുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇമേജ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. തംബ്നെയിൽ കണ്ടതുപോലെയുള്ള ഇമേജ് നമുക്കിത് ഇതുപോലെയുള്ള ഇമേജുകൾ ഈസി ആയിക്കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇമേജാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി വെച്ച ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ചാറ്റ് GPT ആണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുക. ചാറ്റ് GPT ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ആയിട്ട് പ്ലസ് അധികം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏത് ഫോട്ടോ ആണോ ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇതിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. ഈ പ്രോംപ്റ്റ് ഞാൻ അത് കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ പ്രോംപ്റ്റ് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ പ്രോംപ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തതിനു ശേഷം സെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം നിന്ന് വെയിറ്റ് ചെയ്യുക. എൻ്റെ റേഞ്ച് കുറച്ച് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുറച്ച് സമയം നിന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ആയി വരുന്നതാണ്. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്ത് പ്ലസ് ചെയ്തുകൊണ്ട് സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ ഏതൊരു ഫോട്ടോ അടിപൊളിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച പ്രോംപ്റ്റ് അങ്ങനെ ഈസി ആയിക്കൊണ്ട് തന്നെ കോപ്പി ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനായി നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആ പ്രോംപ്റ്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് എടുത്തു. അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത പ്രോംപ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വേണ്ട പ്രോംപ്റ്റുകൾ ഇതിൻ്റെ കള്ളിയിലായി കൊടുത്താൽ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ സെലക്ട് ടെസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോംപ്റ്റ് ഈസി ആയിക്കൊണ്ട് തന്നെ കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.